ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും പൈതൽമലയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പൈതൽമലയിലുള്ള ഹോളിസ്റ്റിക് എക്കോ റിസോർട്ടാണ്. അപ്പോൾ ഇതിന് വളരെ പ്രത്യേകതയുള്ള റിസോർട്ടാണ്. നമ്മൾ വയനാട്ടിലും അതുപോലെ മറ്റ് പ്രോപ്പർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ശൈലിയിലുള്ള ഒരു റിസോർട്ടാണ് ഈ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചെന്നിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ട്രീ ഹൗസ് ഉണ്ട്, അതുപോലെ തന്നെ കോട്ടേജുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് യുണീക്കായിട്ട് ഓൾ ഇന്ത്യ പോയ ഒരു ട്രാവലറിനെ ഒരു ബെഡ്റൂം സെറ്റപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുള്ള ഒരു പരിപാടി ഇതിനുള്ളുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഏരിയ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു അക്വേറിയം ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കോഡ് ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ റിസോർട്ടുകളിലൊക്കെ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ റിസോർട്ടുകളല്ലാതെ ഇങ്ങനത്തെ സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഒരു കിഡ്ലൻ കോഡ് ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫംഗ്ഷനിലാണെന്ന് തോന്നുന്നു, കാരണം ചെളിയൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു അക്വേറിയം, ഒരു ഹെവി അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാറ്റി അല്ലേ ഇത് അല്ലേ? ചെറിയ എന്താ ഇതിന്റെ എന്താ ടെട്ര, ബിഡോ ടെട്ര, പല കളേഴ്സിലുള്ള വലിയ ഹെവി ആയിട്ടുള്ള അക്വേറിയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഈ കല്ലൊക്കെ എനിക്ക് ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ ഉള്ളത്, അതൊന്നും അവർ എടുത്തു മാറ്റിയിട്ടില്ല. പരമാവധി ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ ഏരിയയിലേക്കാണ്. നമ്മൾ ഞാൻ റിസപ്ഷൻ ഒന്ന് കാണിച്ചു തരാം. റിസപ്ഷനിലേക്ക് വരുന്ന വഴി കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു പാസേജ് ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് അതിൽ നിറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ റിസപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ റിസോർട്ടുകളിൽ കാണുന്ന റിസപ്ഷൻ സ്റ്റൈൽ അല്ല. ഇതൊക്കെ തേനിന്റെ ഒക്കെ ഡിഫറെന്റ് ഐറ്റംസ് ആണ് തോന്നുന്നത്. തേന് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സെയിൽസിന് വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പ് അല്ലേ, മൊത്തം കല്ലുകൊണ്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മുടെ പ്രോപ്പർട്ടിന്റെ ആ ഒരു ലോകം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഒരു നേരെ കാണുന്ന അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ ഓൾ ഇന്ത്യ പോയ ട്രാവലറിനെ ഒരു റൂമായി കൺവേർട്ട് ചെയ്തത്. നമുക്കത് വിശദമായിട്ട് കാണാം, പക്ഷെ നമുക്ക് ആദ്യം റൂമുകളും കാര്യങ്ങളും ഒന്ന് കണ്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം അല്ലേ, നമുക്കത്. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ. ഫുൾ പാസേജ് ആണ്, കുറേ പാസേജ് ഉണ്ടാക്കിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രീ ഹൗസ് ആണ്. നമ്മുടെ മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മുടെ പൈതൽമലയിൽ തന്നെയുള്ള റെജിന സിൽവ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഇതേപോലുള്ള ട്രീ ഹൗസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് അതിനേക്കാളൊക്കെ കുറച്ചുകൂടി മെയിൻറ്റൈൻഡും ആണ്, കുറച്ചുകൂടി പ്രീമിയം ആണ്. നമുക്ക് ഈ ട്രീ ഹൗസിന്റെ അകത്ത് കയറിയിട്ട് ഫസ്റ്റ് ആ ട്രീ ഹൗസിന്റെ കാഴ്ചകളൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് മറ്റുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ട്രീ ഹൗസിന്റെ അകവും നമുക്ക് കാണാം കേട്ടോ. ഇപ്പം അവര് വർക്കെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ടേ ഉള്ളൂ. നല്ല അടിപൊളി റൂമാണ്. ഫ്ലോറൊക്കെ കണ്ടോ, മൊത്തം നമ്മുടെ വുഡൻ ടൈൽസ് ഇല്ലേ, വുഡൻ ടൈൽസ് ആണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു അടിപൊളി കിങ് സൈസ് ബെഡ്, നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലി വന്ന അച്ഛൻ അമ്മ കുട്ടി കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം. നല്ല ഇത് നമ്മുടെ എന്താണ് ഈ മാട്രസ് ഒക്കെ നല്ല പ്ലഫി ആയിട്ടാണ്, നല്ല കംഫർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റൂം AC കേട്ടോ. പിന്നെ വാർഡ്രോബ് ഉണ്ട്, അതുപോലെ നമുക്കൊരു കോഫി ടേബിളും ചെയർസും കാര്യങ്ങളും, പിന്നെ അതുപോലെ കെറ്റില്, ഒരു പക്ക നല്ല പ്രൊഫഷണലായ അപ്രോച്ച് ആട്ടോ. നമ്മൾ ഈ നമ്മളിപ്പോൾ വയനാട് മൂന്നാറിലൊക്കെ പോയാലുള്ള നമ്മൾ ഒരു റിസോർട്ടിൽ കിട്ടുന്ന ഒരു ഫീലില്ലേ, ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൈതൽമല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അത്ര ഒരു ടൂറിസം മാപ്പിൽ അത്ര ഹെവി ആയിട്ട് ഉള്ളൊരു സ്ഥലമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും, ഇതൊരു ട്രീ ഹൗസ് ആണ്. എപ്പോഴും ഒരു ചലഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ട്രീ ഹൗസിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ടാവില്ല, ലീക്കേജും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളത് മൊത്തമായിട്ട് കയറി നോക്കി, നല്ല പ്രോപ്പർ ആയിട്ട് എല്ലാം സീൽ ചെയ്തിട്ടുള്ള ഒരു വാഷ്റൂമാണ്. ഹെവി സ്പേഷ്യസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഓക്കെ, ഒരു ഫാമിലിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്രീസറും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു മിററും ഹാൻഡ് വാഷ് കാര്യങ്ങളെല്ലാം ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം റിസോർട്ടിൽ അതെല്ലാം ഇതിനുള്ളിലുണ്ട്. ഇതൊരു പ്രീമിയം റൂമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം. 7,500 സംതിങ് ആണ് ഈ ഒരു റൂമിന്റെ കോസ്റ്റ് പറഞ്ഞത്. ഞാനത് അവർ പറഞ്ഞ കാര്യം ഷെയർ ചെയ്തേ ഉള്ളൂ. അത് സമയത്തിനനുസരിച്ച് സീസൺ അതുപോലെ തന്നെ ഓഫ് സീസൺ ഒക്കെ വെച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വന്നേക്കാം. എങ്കിലും ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇത് നിലവിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ മാസമാണ്, ജൂലൈ മാസം 2026. അപ്പം ഇപ്പം ഇതിന്റെ റണ്ണിങ് റേറ്റ് 7,500 ആണ് പെർ റൂമിന്റെ കോസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് കൂടി ഒന്ന് നോക്കാം. അതായത് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് പൈതൽമലയുടെ പീക്കിലേക്കെല്ലാം പോയാൽ കിട്ടുന്ന ഒരു വ്യൂ ഇല്ലേ, ഒരു കൊക്കയിലേക്കുള്ള വ്യൂ, അതേപോലെ ഒരു വ്യൂ ആണ്. നല്ല അടിപൊളിയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല തുറസായിട്ടുള്ള സ്ഥലം എല്ലാം നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് കോട വന്ന് നിറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇത് വേറൊരു ലെവൽ ആംബിയൻസ് ആണ്. നമ്മുടെ ഈ റൂമിനകത്തേക്കൊക്കെ നല്ലോണം കോട ഇരച്ച് കയറുന്നൊരു ഫീൽ ആയിരിക്കും. ഇവിടുത്തെ ഒരു ആംബിയൻസ് നമുക്ക് നൈറ്റിലാണ് ഫീൽ ആവുക.
നൈറ്റിൽ നമ്മൾ ഈ പറയുന്ന പുറത്ത് നമുക്കിപ്പം ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെയർസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചായ എല്ലാം കുടിച്ച് ഇരിക്കാൻ അടിപൊളിയാണ്. ഒരു ഫാമിലിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന റൂമാണ് ഈ ഒരു ട്രീ ഹൗസ് കണ്ടതിൽ വെച്ച്. ഇനി നമുക്ക് ഇനിയും കാണാനുണ്ട് ഇവിടെ റൂമുകൾ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ അഭിപ്രായം മാറിയേക്കാം. പക്ഷേ ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഈ റൂം അടിപൊളിയാണ്. ഒരു ഫാമിലിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റൂം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത എങ്ങോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ട്രാവലറിലേക്ക് പോകാം അല്ലേ. നമുക്ക് ട്രാവലർ ഒന്ന് കാണാം. അതൊരു യൂണീക്കായ സെറ്റപ്പാണ്. ട്രാവലർ ഒരു റൂമാക്കി കൺവേർട്ട് ചെയ്ത് അതിന്റെ മേലെ ഒരു അപ്പർ ഡെക്ക് ഉണ്ടാക്കി അതിനകത്തും 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഈ ട്രീ ഹൗസിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോഴ്സിന്റെ ട്രാവലറിനെ ഒരു ക്യാരവാൻ ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുക. നമുക്ക് അതൊന്ന് കാണാം, വാ. ഓ, ഇത് റൂമാക്കി മാറ്റി അല്ലേ, അടിപൊളി. ഇത് നല്ല പഴക്കമുള്ള ട്രാവലർ, നമ്മുടെ പഴയ ടെമ്പോ ട്രാവലർ. നമുക്കൊന്ന് അകത്തൊന്ന് കയറി നോക്കാലോ. എന്റെ അമ്മ, ഇത് അടിപൊളി കേട്ടോ. ഇത് ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ട് പക്ക റൂം വീട് പോലെ ആക്കിയിരിക്കുക. ഇത് ആരുടെ ഐഡിയ? ഇത് ഇല്ലില്ല, കുഴപ്പമില്ല. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് കേട്ടോ, ബാക്കിയെല്ലാം ഇതിന്റെ ബാക്കിയുള്ള ഗിയർ ബോക്സ് ഉണ്ടോ, ഗിയർ ബോക്സിന്റെ ഏരിയ ഒക്കെ ഫുള്ള് ലിവറൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് അവിടെയൊക്കെ ലോക്ക് ചെയ്തു. ആകെ ഇതിന് പറയാൻ നമുക്കൊരു സ്റ്റിയറിംഗ് മാത്രമുണ്ട്. ടൈൽസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഇനിയിപ്പോ വണ്ടി ഇങ്ങനെ മോഡിഫൈ ആണ് ചെയ്യാം. അപ്പൊ ഇതിനകത്തോട് കയറി കഴിഞ്ഞാലേ നമുക്ക് കിടക്കാനുള്ള ബെഡ്, അതായത് ഇപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പെല്ലാം പോകുമ്പോൾ വേണം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന സംഭവം അത്. നമുക്ക് ഈ ടൈപ്പ് ഒരു ബെഡിങ് സെറ്റപ്പ് ഇതിൽ പറഞ്ഞാൽ ഇതിൽ AC ഉണ്ട്. നമുക്കൊരു ഒരു 3 ആൾക്ക് കിടക്കാം സുഖമായിട്ട് അല്ലെ. 3 ആൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാം. നല്ല ആംബിയൻസ് ഒക്കെ ആക്കിയിട്ട് കണ്ട റൂഫൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ കാണേണ്ട കാര്യം കേട്ടോ. ഈ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഇതിൽ എങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനകത്തോട്ട് ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് വാഷ്റൂം സെറ്റപ്പ് ചെയ്തി കേട്ടോ. അടിപൊളി, നല്ല നല്ല സ്പേസ് ഉണ്ട് അല്ലേ. നല്ല സ്പേസ് ഉണ്ട്. ഇതില് ഗ്രീസർ ഇല്ല അല്ലെ. ഗ്രീസർ ഉണ്ടോ? പുറത്തായി ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീസറും ഉണ്ട്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു യുണീക്ക് സാധനമാണ്, എവിടെയും നമുക്ക് കാണാത്ത ഒരു യുണീക്ക് സാധനം. ഇതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമല്ലേ. വാ. അപ്പൊ അടുത്തത് നമ്മൾ പോകേണ്ടി പോകുന്നത് ഒരു ഹണിമൂൺ കോട്ടേജിലേക്ക് കേട്ടോ. സ്പെഷ്യൽ ആണ്, നമുക്ക് അതൊന്ന് കാണാം. വാ. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി പോകട്ടോ അല്ലേ. നമ്മൾ ഫസ്റ്റ് റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നു. അവിടുന്ന് കുറച്ച് താഴേക്ക് വന്നപ്പോൾ ട്രീ ഹൗസ് കണ്ടു. അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 10-20 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഹണിമൂൺ കോട്ടേജിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഭയങ്കര പ്രൈവസി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സൗണ്ട് എല്ലാം കുറഞ്ഞു കേട്ടോ. നമ്മൾ മേലോട്ട് കിട്ടുന്ന സൗണ്ട് ഒക്കെ കുറഞ്ഞു. ഇപ്പം ജസ്റ്റ് താഴെയുള്ള വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഭയങ്കര പ്രൈവസിയാണ്. എന്നിട്ട് യുണീക്ക് ആയ ഒരു സ്ഥലം. ഇവിടെ ഒരു എയർ ഫ്രെയിം പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ട്രീ ഹൗസ് കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ആയ ഡെക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാനും മറ്റു കാര്യങ്ങളും. അത് നല്ലൊരു വ്യൂ ആട്ടോ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അവിടെ കണ്ട അവിടത്തേക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് താഴേക്ക് വരുമെങ്കിലും നമുക്കിവിടെ നല്ലൊരു പ്രൈവസിയോട് കൂടിയിട്ട് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇനി നമുക്ക് അകത്തുനിന്ന് കണ്ടാലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എയർ ഫ്രെയിം സെറ്റപ്പാണ്. അതായത് നമ്മൾ വയനാട്ടിൽ ജംഗിൾ ബീച്ചിലെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. അവിടെയുള്ള ജിപ്സി കോട്ടേജിന്റെ ഒക്കെ അതേ പാറ്റേണിലാണ് ഈ ഒരു ഹണിമൂൺ കോട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. ഇതൊരു അപ്പർ ഡെക്കും ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പൊ താഴെയുള്ള എന്തൊക്കെയാണ് അമ്യൂണിറ്റീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കിങ് സൈസ് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രയർ, പിന്നെ സീറ്റിംഗ് ഏരിയ, കോർണർ സീറ്റ്സ്, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ, പിന്നെ ഇന്റർകോം ഉണ്ട്. വൈഫൈയുടെ സെപ്പറേറ്റ് റൗട്ടർ കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കൗച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റൂമിൽ എന്തൊക്കെ നിറയ്ക്കാവോ അതിന്റെ മാക്സിമം ഈ റൂമിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിനി ഫ്രിഡ്ജും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുറച്ച് ചിൽഡായിട്ട് വെക്കണമെങ്കിൽ ബിയേഴ്സോ കാര്യങ്ങളോ വാട്ടറോ വെക്കണമെങ്കിൽ നമുക്ക് അതിൽ വെക്കാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ, ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളാണ്. നമുക്ക് അത്യാവശ്യം ഡൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട അടുത്ത സ്പെഷ്യാലിറ്റി, നമുക്ക് ഇതിനകത്ത് ഒരു ഇൻഹൗസ് ആയിട്ടുള്ള ഒരു ടബ് കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ കാണുന്ന ടബ് ബാത്റൂമിന്റെ അകത്ത് സെറ്റപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് റൂമിനോട് ചേർന്ന് തന്നെ, എന്നാൽ ഇതൊരു ചെറിയൊരു ഡെക്ക് പോലെയാണ്. നമ്മളിപ്പോൾ മേലെ ഒരു ഡെക്കും ഒരു ലോവർ ഡെക്കും ആക്കിയിട്ട് ഇവിടെ ഒരു ബാത്ത് ടബ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റു മുമ്പ് നമ്മൾ കണ്ട ട്രീ ഹൗസിലുള്ള പോലെ തന്നെ കെറ്റിലുണ്ട്. നമുക്ക് അതുപോലെ തന്നെ കോഫി മേക്കേഴ്സും നമുക്ക് വേണ്ട മിൽക്ക് പൗഡേഴ്സ്, ഷുഗർ, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് വാഷ്, അതുപോലെ പേസ്റ്റ്, ബ്രഷ് എല്ലാം നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസോർട്ട് സെറ്റപ്പിന് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റെല്ലാ റൂമിലെ പോലെ തന്നെ ഇവിടെയും AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വാഷ്റൂമിൽ ഇവിടെ ഒരു ലൈറ്റിന്റെ പ്രശ്നമുണ്ട്. പക്ഷേ അത്യാവശ്യം നമ്മൾ ട്രീ ഹൗസ് കണ്ട പോലെ തന്നെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്.
എല്ലാത്തിലും പോലെ തന്നെ ഗ്രീസറും അതുപോലെ തന്നെ മറ്റു അമ്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം വാഷ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പർ ഡെക്ക് ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ച്വലി വ്യൂവിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ താഴെ ഉള്ള പോലെ തന്നെ നമുക്ക് അതേ ഫെസിലിറ്റി തന്നെ മേലെ കൊടുത്തിട്ടുണ്ട്. മേലെ ബെഡും കാര്യങ്ങളും ഉണ്ട്. ഒരു ആംബിയൻസിന് വേണ്ടി മേലെ ഒരു ബങ്കർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ഹണിമൂൺ കപ്പിൾസിന് വളരെ പീസ്ഫുൾ ആയിട്ട് പ്രൈവസിയോട് കൂടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി റൂം. പിന്നെ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചോണേ. നമ്മൾ ട്രീ ഹൗസിന്റെ പറഞ്ഞ പോലെ തന്നെ ഇതിനിപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ജൂലൈ മാസം ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10K ആണ്. 10,000 രൂപയാണ് ഈ ഒരു ഹണിമൂൺ സെറ്റപ്പിന്, അതായത് ഈ ഹണിമൂൺ സെറ്റപ്പിനുള്ള ഈ ഒരു കോട്ടേജിന് ഈ ഹോളിസ്റ്റിക് സ്റ്റൈൽ അവർ ചാർജ് ചെയ്യുന്നത്. അത് സീസൺ അനുസരിച്ച് വേരി ചെയ്യും. അത് പ്രത്യേകം പറഞ്ഞു സീസൺ അനുസരിച്ച് വേരി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴത്തെ കോസ്റ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഹണിമൂൺ കോട്ടേജ് ഡീറ്റെയിൽസ്. നല്ല മഴയാണ്. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടുത്തം വിട്ട മഴയും കാറ്റും. അല്ലെങ്കിൽ 2 കോട്ടേജിനകത്തേക്ക് കയറാനുള്ള ഒരു വഴിയില്ല. പക്ഷെ ഞാൻ ബ്രീഫ് ആയിട്ടൊന്ന് പറയാം കേട്ടോ. ഇത് ശരിക്കും 6 12 പേർക്ക് പോകാൻ പറ്റുന്ന 2 എയർഫ്രെയിം കോട്ടേജുകളാണ്. കിഡിലൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉള്ള പ്രോപ്പർട്ടി കേട്ടോ. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാണുന്ന കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പൊ മൊത്തം കോട വന്ന് മൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ കോട ഒന്ന് മാറി കഴിഞ്ഞാണല്ലോ നമുക്ക് മൊത്തം കാണാൻ പറ്റുന്ന കർണാടക ഫോറസ്റ്റ് ആട്ടോ. ഇതിന്റെ മുമ്പിലുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ അതിരും, അത് കഴിഞ്ഞാൽ പിന്നെ കർണാടക ഫോറസ്റ്റുമാണ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഹണിമൂൺ കോട്ടേജിൽ കണ്ട പോലെ തന്നെ ഇതിനകത്ത് ഒരു അപ്പർ ഡെക്കും ഒരു ലോവർ ഡെക്കും, അപ്പൊ ടോട്ടല് 6 പേർക്ക് പോകാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഇതിനകത്തുള്ളൊരു സജ്ജീകരണം ഉള്ളത്. ഇതിപ്പം ഗസ്റ്റ് ഓൾറെഡി വരാനായതുകൊണ്ട് നമുക്കിത് തുറന്ന് കാണാനുള്ള ഒരു വഴിയില്ല. അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ എയർ ഫ്രെയിമിന്റെ അടുത്ത് കുറച്ച് മേലേക്ക് വന്നു കേട്ടോ. നല്ല മഴയാ. മഴയ്ക്ക് മാത്രമല്ല കാറ്റ് അല്ലേ, ഭയങ്കരം കാറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഞങ്ങൾ അവിടുന്ന് മേലേക്ക് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇതിനകത്ത് കുറച്ചൊന്നുമല്ല ഫെസിലിറ്റീസ് ഉള്ളത് കേട്ടോ. ഇതിനകത്തുണ്ട് റെസ്റ്റോറന്റ്, പിന്നെ കൊമഡോ നെറ്റ്, വാല്യൂ വ്യൂ വില്ല, ഓഫ് റോഡ് ട്രാക്സ്, ഇവിടെ ക്യാമ്പ് ഫയർ അറിയാനുള്ള സൗകര്യങ്ങൾ, മഡ് ഹട്ട്, സ്റ്റോൺ ഹട്ട്, ഡൈനോസർ പാർക്ക്, വാട്ടർഫാൾസ്, താഴേക്ക് വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് പ്രൈവറ്റ് വാട്ടർഫാൾസ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഹോളിസ്റ്റിക് സ്റ്റേയിന്റെ മാനേജർ ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ പറ്റി ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതിലുപരി ഈ പ്രോപ്പർട്ടിയെ പറ്റി വിശദമായിട്ട് പ്രോപ്പർട്ടിയുടെ പിന്നെ ഇൻവെന്ററി എത്രയാണ്, അതുപോലെ തന്നെ എന്താണ് ഓരോ റൂമിന്റെ റേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് ഈ പ്രോപ്പർട്ടിയെ പറ്റി ഒന്ന് നമുക്ക് പറഞ്ഞാൽ പറ്റുമോ? ഓക്കെ. നമ്മുടെ ഇത് റിസോർട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ്. നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റാണ് നമുക്കുള്ളത്. കണ്ണൂർ ജില്ലയിൽ തന്നെ എക്കോ ഫ്രണ്ട്ലി റിസോർട്ടിൽ വരുന്ന ഈ ഓർമ്മയേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് മൊത്തത്തിൽ 14 റൂംസ് ഉണ്ട്. ഈ റൂമുകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള റൂമുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരെണ്ണം ട്രീ ഹൗസ് മരത്തിൻ്റെ മുകളിൽ, ഒരെണ്ണം കാരവാൻ വണ്ടിക്കകത്തുള്ള സ്റ്റേ, അതുപോലെ തന്നെ ഗ്ലാസ് ഡോം, എയർ ഫ്രെയിം ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ഹണിമൂൺ കോട്ടേജ്, അതുപോലെ കേരള ട്രഡീഷണൽ വില്ലകൾ, അങ്ങനെ എല്ലാം സ്റ്റോൺ ഹൗസ്, അതായത് വെറും കല്ലുകൊണ്ട് മാത്രം നിർമ്മിച്ച വീട്. അപ്പോൾ അങ്ങനെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള റൂംസാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമുക്കിവിടെ വരുന്ന ഒന്ന് നൈറ്റ് സ്റ്റേയും അതുപോലെ തന്നെ ഡേ വിസിറ്റ് അങ്ങനെയുള്ളൊരു പാക്കേജ് കൂടെ ഉണ്ട്. അങ്ങനെ 2 പർപ്പസാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നൈറ്റ് സ്റ്റേ എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെ രാത്രിയിൽ 4 മണിക്ക് ചെക്ക് ഇൻ വരുന്നുണ്ട്. അതോടുകൂടി രാത്രിയിൽ ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. എല്ലാത്തരം ഫുഡും എല്ലാ കാര്യങ്ങളും കിട്ടും. ക്യാമ്പ് ഫയർ ഉൾപ്പെടെ എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് നമ്മളാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് വാട്ടർഫാൾസ് ഉണ്ട്. കേരള കർണാടക ബോർഡ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അവിടെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വാട്ടർഫാൾസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ബേഡ്സ് ആനിമൽസിൻ്റെ എല്ലാം വരുന്ന ഒരു ഫാം കാണാനുണ്ട്. ഹണിബീഡിയൊക്കെ കുറേ ഐറ്റങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ് ട്രക്കിംഗ് ഉണ്ടാവും. പിന്നെ വെൽനസ് സെൻ്റർ ഉണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഒരു ദിവസം തങ്ങുന്ന ആ ഗസ്റ്റിനെ ഫുള്ള് എൻജോയ് ചെയ്ത് ഇവിടുന്ന് പോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത, മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇപ്പം നമുക്കിവിടുത്തെ റേറ്റുകൾ വരുന്നത് ഓഫ് സീസണാണ് ഇപ്പോഴേ, എങ്കിലും 5000 മുതൽ മുകളിലോട്ടാണ് റൂമിൻ്റെ എല്ലാം റേറ്റ് പോകുന്നത്. ഫുൾ എല്ലാ റൂമുകളും AC ആണ്. അതിൽ തന്നെ ഈ കാറ്റഗറി അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഓരോന്നിനും റേറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഡോം കൊടുക്കുന്നുണ്ട് നമ്മൾ. അതിപ്പോൾ വന്നിട്ട് 10,000 ആണ് പറയുന്നത്. അത് സീസൺ ആണെങ്കിൽ 12,000 വരും. അതുപോലെ തന്നെ ട്രീ ഹൗസ് ഉണ്ട്. അതിന് ഇപ്പോൾ കൊടുക്കുന്നത് 7,500 അതിൻ്റെ റേറ്റ് വരുന്നത്. അല്ലാതെ വരുമ്പോൾ അത് 8 ആവും. അതുപോലെ കാരവാനും കൊടുക്കുന്നത് അതേ റേറ്റ് തന്നെയാണ്. ഇവിടെ ഹണിമൂൺ കോട്ടേജ് കൊടുക്കുന്നുണ്ട്. നമ്മളത് കൊടുക്കുന്നത് 12 രൂപയാണ് സീസണിൽ. ഇപ്പോൾ അത് 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എയർ ഫ്രെയിം ടവർ സൂട്ടുകൾ, ഈ ടവർ സൂട്ട് വന്നിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് 8,500 അതിൻ്റെ ആക്ച്വലി റേറ്റ് വന്നിട്ട് 10,000 ആണ്. അങ്ങനെ ഓരോ റൂമിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകൾ വരുന്നുണ്ട്.
പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇൻഡോർ ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ക്യാരംസ് ഉൾപ്പെടെ, ഷട്ടിൽ കോർട്ട് ഉൾപ്പെടെ, അങ്ങനെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. വാട്ടർ ബലൂൺ, സ്ലൈഡ് ബലൂൺ, അതെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആര് വന്നാലും ഫുള്ളൊരു എൻജോയ് ചെയ്ത് പോകത്തക്ക രൂപത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ സംവിധാനമായിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ നമുക്ക് വന്നു കഴിഞ്ഞാൽ? നമുക്കൊരു ആയുർവേദ വെൽനസ് സെൻ്റർ ഉണ്ട്. അവിടെ ഡോക്ടറുണ്ട്, ഓൾറെഡി ഡോക്ടറുണ്ട്. അതിൻ്റെ കൂടെ തെറാപ്പിസ്റ്റുകൾ മെയിലും ഫീമെയിലും ഉണ്ട് തെറാപ്പിസ്റ്റുകൾ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നസ്യം, ഞവര, മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ, ശിരോധാര, അങ്ങനെയൊക്കെയുള്ളതാണ്. ഡോക്ടറുടെ കൺസൾട്ടിങ്ങോട് കൂടി നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇല്ല എങ്കിൽ ജനറൽ ബോഡി മസാജ് ഡെയിലി ചെയ്യുന്നുണ്ട്, അതുണ്ടാവും. അങ്ങനെ ആയുർവേദ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളും വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വണ്ടിയൊക്കെ നമുക്ക് കയറി വരാനും അതുപോലെ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും? നമുക്കിപ്പോൾ ഏറ്റവും വലിയ ബസ്സുകൾ വരുമ്പോൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് നമ്മുടെ ഇവിടെ തന്നെ. ആ പള്ളിയുടെ മുറ്റത്താണ് പാർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ തിരിക്കാനൊക്കെ അവർക്ക് സൗകര്യമുള്ളത്. അത് താഴോട്ടുള്ള വണ്ടികൾ, സീറ്റുകൾ, കപ്പാസിറ്റിയുള്ള വരുന്ന വണ്ടികളെല്ലാം നമുക്ക് നമ്മുടെ പാർക്കിങ്ങിൽ തന്നെ കൊണ്ടുവരാനുള്ള സൗകര്യം നമുക്കിപ്പോൾ ട്രാവലറൊക്കെ ആണെങ്കിലും എല്ലാം കൂടെ എങ്ങനെ നോക്കിയാലും ഒരു 10-30 വണ്ടി കൂടുതൽ കിടക്കും. അതിനുള്ള പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യമുണ്ട് നമുക്കിവിടെ. 2 ഗ്രൗണ്ട് ഉണ്ട്. 2 ഗ്രൗണ്ടിലായിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പിന്നെ അതുകൂടാതെ വേറെ സൗകര്യങ്ങളുണ്ട്. 30 വണ്ടിയിൽ മേളിൽ പാർക്ക് ചെയ്യാം. പാർക്കിങ്ങിലുള്ള നല്ല സൗകര്യമുണ്ട്. പിന്നെ ധാരാളം വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ഇവിടെ. തമിഴ്നാടിന്റെ ജല്ലിക്കെട്ട്, കാള മുതലുള്ള ബേഡ്സ് ആനിമൽസ് എല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ആൾക്കാർക്ക് പാമ്പ്, മുയല്, താറാവ്, പ്രാവ്, കോഴി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കാണാൻ പറ്റും. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവം എല്ലാം ഇവിടെ ഉണ്ട്. ഹോളിസ്റ്റിക് സ്റ്റേനകത്തുള്ളൊരു വെൽനസ് സെൻ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊരു യുണീക്കായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മൊത്തം മണ്ണുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ സിമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം കംപ്ലീറ്റ്ലി മണ്ണിൻ്റെ വർക്കാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എണ്ണത്തോണി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു റെസ്റ്റ് റൂമാണ്. അതുപോലെ തന്നെ ഇവിടെയും വേറെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റീം ബാത്തും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കേട്ടോ. കംപ്ലീറ്റ്ലി ടെറാക്കോട്ടേൻ്റെ വർക്കാണ് മൊത്തം. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഇതേപോലെ തന്നെ ഇത് ലേഡീസിനും ജെൻസിനും അങ്ങനെ സെപ്പറേറ്റ്ലി ഇവിടെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇത് ലേഡീസിന് പ്രിഫർ ചെയ്യുന്നത് മാത്രം. ചെറിയൊരു വെളിച്ചക്കുറവുണ്ട്. ഇവിടെ സ്റ്റീം ബാത്തിനുള്ള സൗകര്യം, പിന്നെ അവിടെ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള എണ്ണത്തോണി എല്ലാം കണ്ട കംപ്ലീറ്റ് കല്ലുകൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മരുന്നിൻ്റെ മണം. അപ്പോൾ നമ്മുടെ ക്യാരവാനകത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഒരു റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ ക്യാരവാൻ, ഈ കാണുന്നതാണ് ഇതിൻ്റെ വാഷ്റൂം നമ്മൾ അകത്തുനിന്ന് കണ്ടത്. മേലെ ഇതേപോലെ തന്നെ നമുക്ക് താഴത്തെ പോലെ തന്നെ മേലെ ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനം മേലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് കാണുന്നുണ്ടോ, ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫാം ഹൗസ് പോലുള്ള ഏരിയ, ഫാം പോലത്തെ ഏരിയ. അപ്പോൾ ഇതിനകത്ത് കണ്ടമാനം ആനിമൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ജല്ലിക്കെട്ട് കാളയൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. പാമ്പ്, മുയല്, എല്ലാ ഐറ്റവും ഇതിനകത്ത്. നല്ലൊരു ആംബിയൻസ് കേട്ടോ. കണ്ടമാനം സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ലൊരു മിയാവാക്കി ഗാർഡൻ അല്ലേ? ഓക്കെ റൈറ്റ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. മഴക്കാലത്ത് വന്നുകൊണ്ടുള്ള അതിൻ്റെതായ ഒരു ഇത്. പക്ഷെ അത് വേറൊരു ആംബിയൻസ് ആണ്. സത്യം, എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇത് മറ്റേ എന്താ പറയാ, കണ്ണൂർ ജില്ലയിലെ എക്കോ ഫ്രണ്ട്ലി, പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ എക്കോ ഫ്രണ്ട്ലിയുള്ള ഏക റിസോർട്ട്. അപ്പൊ നമ്മളിപ്പം നമ്മുടെ ഹോളിസ്റ്റിക് സ്റ്റേയിന്റെ മിയാവാക്കി ഗാർഡനിലേക്ക് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ അകത്ത് അവസ്ഥിതി? 5 വൃക്ഷങ്ങളേ ഉള്ളായിരുന്നു. വലിയ മരങ്ങൾ 5 എണ്ണേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം ഇതിനകത്ത് വാഴത്തോട്ടം, ഞാൻ വാഴത്തോട്ടം ഉണ്ടാക്കിയത്. ഡെവലപ്പ് ചെയ്തെടുത്തു അല്ലേ? ഓരോരോ ഔഷധങ്ങളും വെക്കും. സ്റ്റാർ ഗാർഡനാണ്. നക്ഷത്രവനം. ഓരോ നക്ഷത്രത്തിനും അതെന്താ, അതിന് പ്രത്യേകത എന്തെങ്കിലും അശ്വതിക്ക് കാഞ്ഞിരം, ഓരോന്നിന് ഇതിന് 27 നക്ഷത്രങ്ങൾക്ക് 27 മരങ്ങൾ. ആ മരങ്ങളെ ഇതിനകത്ത് വെച്ചത് നിങ്ങൾ ഏതാ നക്ഷത്രം എന്ന് വെച്ചാൽ നോക്കിയിട്ട്. ഇതിപ്പോ 3 മറ്റോ ചീഞ്ഞിട്ടുണ്ട്. അത് ഒരു സീസണില്. ഇനിയിപ്പോ ഞാൻ റീപ്ലേസ്. ഓക്കെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടല്ലേ? 5.5 കിൻഡൽ തേനുണ്ടാക്കുന്ന കർഷക കൂടിയാ. 5.5 കിൻഡൽ. അത് പിന്നെ നാച്ചുറൽ ആയിട്ടാണ്, അതായത് വേറെ അതിന് അത് ഇവിടെ ഇരുന്നിട്ട് നമ്മള് പറഞ്ഞു കൊടുക്കാനുണ്ടല്ലോ. ഇവിടെ കുറെ പട്ടിയുണ്ട്, പിന്നെയും കുറെ പട്ടി പുറത്തുണ്ട്, മേലെല്ലാം ഉണ്ട്. അടിപൊളി. ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടോ അല്ലേ? 3 അല്ലേ?
ട്രെയിനിങ്ങും അതുകൂടെ നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ ആനിമൽസിനൊക്കെ വെച്ച സ്ഥലത്തെത്തിയിട്ട് നമ്മളെ സന്ദീപിനൊരു ആഗ്രഹം അല്ലേ ശ്രീ? എന്താ പറഞ്ഞ എന്തിനെ പിടിക്കണമെന്നാ? പാമ്പിനെ പിടിക്കണമെന്നാ? ഒരു ചെറിയൊരു പാമ്പിനെ പിടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ വന്നത്. പിടിച്ചാ ഈ എൻ്റെ മോനെ എന്നാ അത് പാമ്പ് സന്ദീപ് ആണ് പണ്ടേ അറിയപ്പെടുന്നത്. അപ്പൊ പാമ്പ് സന്ദീപ് എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പൊ അത് ഒരു അർത്ഥവത്തായി ഇത് കയ്യിൽ വന്നപ്പോ ഇവനിത് കണ്ടിട്ട് പറശ്ശിനിക്കടന്ന് വിളിച്ചിരിക്കുക തുടരാൻ താല്പര്യം ഉണ്ട് അവിടെ അല്ലേ? റിയാസ്കൊക്കെ പോയി ഇനിയിപ്പോ അടുത്ത ഇവനായിരിക്കും. റിയാസ് അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയില്ലല്ലോ ആരും. പേടിച്ചിട്ടാ നിക്കുന്നത്. അത് തന്നെ പേടിച്ച് മുഖം നോക്കണ. എന്റെ മുഖം ഒന്ന് കാണിച്ചാ അവന് പേടി നോക്കിട്ട് പേടി ഒന്നുമില്ലപ്പാ. താഴെ കാണിക്കും നിലത്തൊക്കെ വെള്ളം മുഖത്തൊന്നൊരു മറ്റേ മതിലപ്പുറത്തേക്ക് ഫുള്ള് ഉഷാറാ. താഴെ ഫുള്ള് ഇത് എവിടുന്ന കൊണ്ടുവന്നത്? ഇത് നമുക്ക് അവൈലബിൾ ആണ്, ഇവരെ പെറ്റ് സെന്ററിൽ അവൈലബിൾ ആണ്. ഓ അവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാ? ലൈസൻസ് ഇല്ലാണ്ട് വളർത്താൻ. ഇമ്പോർട്ടന്റ് ആണ് ഇതല്ലേ? ഇമ്പോർട്ടന്റ്. സാധാരണ നിലയിൽ നല്ല വിഷമുള്ള വർഗ്ഗമാണ്, പക്ഷെ ഇതിന് വിഷമില്ല. ബോൾ പൈത്തനാ? വിഷാണ് ഇല്ലേ? ഇത് മണ്ഡലി വർഗ്ഗല്ലേ, പയ്യാന മണ്ഡലി എന്ന് പറയുന്നത്. ഓക്കെ, എന്നാ പിന്നെ അവനെ കൂട്ടിലേക്ക് വെച്ചോളി. വേണ്ട മോനെ, വലിയ ബന്ധങ്ങളിലേക്ക് പോണോ? ആ അതന്നെ നിന്നിടത്തായി പോ പിന്നെ ആളെ തന്നെ. കവിത്താടെ വെച്ചിരുന്നല്ലേ? അടിപൊളി. അതിനല്ലേ? ആ ഓക്കെ. ഇല്ല കണ്ടില്ല. ഓക്കെ ഇനി അടുത്ത അവനാണ് ഇതിനുള്ള. ഓക്കെ ജല്ലിക്കെട്ട് കാള ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച കാട ഇതല്ലേ? ഒരു 13 കൊല്ലം കൊണ്ട് ഈ ലെവലിലേക്ക് ആക്കിയെടുത്ത്. ഓക്കെ. ഇവിടെ വേനൽക്കാലങ്ങളിൽ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ? ഇല്ല അല്ലേ? ഓക്കെ. പിന്നെ കുടിക്കാനുള്ള വീഡിയോയുടെ ലെങ്ത് കൂടി പോയിച്ചിട്ട് ഇങ്ങോട്ട് വരാതിരുന്നതാണ്. പക്ഷെ ഇത് വന്നില്ലായിരുന്നു, നഷ്ടമാവുമായിരുന്നു. അടിയണം. ആ ഓക്കെ. നമ്മൾ അടിച്ച് വൃത്തിയാക്കിയാലേ വൃത്തിയില്ല. ആഹാ, ഇത് നാച്ചുറലായിട്ട് എന്താ പറയാ, ആ വളമായി അല്ലേ? വളമായി മണ്ണിര വരും. അതെ. ഇതിലെല്ലാം ജീവനുള്ള മണ്ണാണ്. മണ്ണിര വന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, അല്ലെങ്കിൽ മണ്ണ് ചത്തുപോകും, ഒന്നും വളരാത്ത അവസ്ഥയാവും. ഇതിപ്പോ നമ്മള് ശരിക്കും ഒരു വനത്തിൽ കയറി. അതെ സത്യം, ആ ഒരു ഫീൽ തന്നെ. ഇത് മക്കുടാ ദേവ എന്ന് പറയുന്ന ഇതാണ്. എന്താണ് മക്കുടാ ദേവ? എന്താ ഇതിന്റെ ഇത്? ദേവ എന്ന് പറഞ്ഞാൽ ദേവൻ. മക്കുട എന്ന് പറഞ്ഞാൽ കിരീടം. ഓക്കെ. ദേവന്റെ കിരീടം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് മരുന്ന്. ഇത് നടന്ന് നമ്മുടെ ജല്ലിക്കെട്ട് കാളയുടെ സ്ഥലത്തെത്തിട്ടോ. അമ്പാ, എന്താ പേരെന്തോ? നന്ദു. നമ്മുടെ ആളിതാ ഇരിക്കുന്ന. ഞാൻ എപ്പോ വന്ന എന്തോ കൊണ്ടുവരില്ല, പക്ഷെ പ്രതീക്ഷിച്ചില്ല. കയ്യിലെടുക്കാൻ എന്താ ജേഴ്സിയൊന്നും മറ്റേത് ഇത് ഹെവി ഫിസിക് നോക്കല്ലേ? എൻ്റെ അടുത്ത് 24 പശു ഉണ്ടായിരുന്നു. വൈഫ് പോയതിനു ശേഷം പശുവിന് കുറച്ച് 3 കൊല്ലം ഈ മേഖലയിലെ മിൽമേന്റെ അവാർഡ് പ്രോപ്പർട്ടിക്കകത്തുള്ള വേറൊരു അട്രാക്ഷൻ ആട്ടോ അത്. നൂൽപ്പാലം
അതായത് ഹരിയാന ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് എന്തായാലും കയറി പരീക്ഷണം നടത്തില്ല. നമ്മളിത് ജംഗിൾ ബീറ്റ്സിൽ ഇതേപോലെ നമ്മൾ ചെയ്തിന് അല്ലേ? ജംഗിൾ ബീറ്റ്സിൽ നമ്മൾ ഇതേപോലത്തെ ഒരു നൂൽപ്പാലത്തോടെ നമ്മൾ നടന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഇപ്പം നമ്മൾ നടന്ന് നമ്മൾ എന്താ പറയുന്നത്, ഓരോ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് വരുമ്പം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എന്തായാലും കൂടിപ്പോകുമെന്നറിയാം. പക്ഷെ ഇത് കാണിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാവും. ഇത് ഇപ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ആംബിയൻസാണ് ഇതിനകത്ത്. മൊത്തം കിളികളുടെ ശബ്ദവും എല്ലാം അതേപോലെ മരങ്ങളും എല്ലാം അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് താഴെയാണ് ഇതിൻ്റെ വാട്ടർഫോൾസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ നടന്നതാ ചിൽ ഗ്രിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടുന്നാണ് നമുക്കിനി വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഇതൊരു ക്യാമ്പ് ഫയർ ഏരിയ ആണ്. നമ്മുടെ ഈ ഡേ ആക്ടിവിറ്റീസിന് വരുന്ന ആളുകൾക്ക് ഇവിടെ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് ടീം സ്നാക്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. നമുക്കിവിടെ ബാർബിക്യൂ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നല്ല രസമാണ്, ഒരു വേറെ തന്നെ ഒരു ആംബിയൻസ് ആട്ടാ. ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സംവിധാനങ്ങൾ, പിന്നെ ഇവിടെ എന്തോ നമ്മുടെ തെയ്യത്തിൻ്റെ രൂപമോ അതുപോലെ എന്തോ ഒന്ന് ഇവിടെ ഇങ്ങനെ കല്ലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? രസമുണ്ടാവും അല്ലേ? ഇത് ഒരു വേറെ തന്നെ ഒരു ലോകമാവും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ഈ വെളിച്ചത്തിൽ കാണുന്നതല്ല, ഇതൊരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് എല്ലാം മാറും. ഇവിടുത്തെ ഒരു ആംബിയൻസേ മാറും. അപ്പം നമ്മളങ്ങനെ ഇറങ്ങി താഴേക്ക് എത്തിയട്ടാ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നല്ലോണം കൂടി, നമ്മൾ മേലെ നിന്ന് കേൾക്കുന്നതിൻ്റെ ഡബിളായി. അപ്പോൾ ഇത് നല്ല താഴ്ചയിലേക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചെറിയതായിട്ട് ഇവിടെ കാണാൻ പറ്റും, ചെറുതായിട്ട് കണ്ട കോട ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്നുണ്ട്. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ്. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരണ്ട എന്ന് ഞങ്ങൾ കരുതുകയാണ്. കാരണം ഒന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു അവസരത്തിലാവട്ടെ വെച്ചിട്ട് ഒഴിവാക്കി വരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഹോളിസ്റ്റിക് സ്റ്റേയിൻ്റെ ഓണർ, പുള്ളിക്ക് ഒരേ നിർബന്ധം, നിങ്ങൾ ഇവിടെ വരെ വന്നിട്ട് ഇത് കാണാതെ പോയാൽ അതൊരു വലിയ നഷ്ടമാകുന്നു. അങ്ങനെ ഞങ്ങളെ കൂട്ടിയിട്ട് പോവുകയാണ്. പുള്ളിയാണ് ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് വഴി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. 75ഓളം വയസ്സുണ്ട് പുള്ളിക്ക്. പക്ഷേ ഇപ്പോൾ ആ വയസ്സുണ്ടെന്ന് പറയില്ല. പുള്ളി സ്റ്റിൽ ആക്റ്റീവ്, ഹൈലി ആക്റ്റീവ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓൾമോസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. നിങ്ങൾക്കവിടെ കാണാൻ പറ്റും, അവിടെ ഇങ്ങനെ വെള്ളം പതച്ചിറങ്ങി പോകുന്നത് കാണാം. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിലേക്ക്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. സാധാരണ നമ്മൾ നേരെ നമ്മളെ വളകാപുരിയൊക്കെ പോലെ നമ്മൾ നേരെ നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നതല്ലാതെ ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇത് ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്. കാരണം ഇത് ഇരിക്കുന്ന ഈ ഒരു സ്ഥലം കംപ്ലീറ്റ്ലി ഹോളിസ്റ്റിക് സ്റ്റേയിൻ അണ്ടറിലാണ്, അവരുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് അവർ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വേണ്ടത് ഇവിടെ ഡേഞ്ചർ റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇവിടെ അവരൊരു പ്രോപ്പർ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ അപ്പുറം, അതായത് ഈ കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം പുഴയുടെയും അപ്പുറം വശം കർണാടകയാണ്. സാധാരണ ഗസ്റ്റുകളെ കൊണ്ടുവന്നാൽ കാണാൻ വീട്ടിൽ കുളമുണ്ട്, അവിടെ ഒരു വലിയ കുളമുണ്ട്. ഇതിന് ലേഡീസിന് കുട്ടികളെ ആൾക്കും അതിന് വലിയ ആൾക്ക് നീട്ടി കുളിക്കാം. വലിയ കുളം, ഈ പുഴയിനകത്തുള്ള കുളം ഡെപ്ത് കുറവാ. അത് തന്നെയാണ് ഒരാൾ മുമ്പും. ഇത് ആളെ കുറവാണ്. ശരി. പക്ഷേങ്കിൽ അതിനനുസരിച്ചുള്ള കുട്ടിയെ ഇറക്കും. ലൈനില്ലാണ്ട് വിടില്ല. ഓക്കെ, ഇവിടെ വൈദ്യുതി ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. കാരണം ഇത് ഫോറസ്റ്റിൻ്റെ ബോർഡർ ആയതുകൊണ്ട് തന്നെ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആന പുറത്തുള്ള മൃഗങ്ങളുടെ ശല്യമല്ല, അവർ ആക്ച്വലി വെള്ളം കുടിക്കാൻ വരുന്നതാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറും. അത് ഒഴിവാക്കാൻ വേണ്ടി ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ, അവിടെ ഇരിക്കാനുള്ളൊരു സംവിധാനം ആക്കിയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ചേഞ്ചിങ് റൂം ആക്കിയിട്ടുണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അത് കാണാൻ മാത്രം ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് കയറണം സാർ. ഓ, ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളി. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത തോണിക്കയം വാട്ടർഫാൾസിൻ്റെ വീഡിയോയിൽ വളരെ സ്വാദൃശ്യമുണ്ട്. തോണിക്കയം വാട്ടർഫാൾസ് ഇതിനെക്കാട് വിട്ട് കൂടിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. പക്ഷേ ഇത് വിട്ടില്ല, ഇത് ഒതുങ്ങി ഒഴുകുന്നതാണ്.
കണ്ടോ ആ കാണുന്ന ആ സ്ഥലത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ വെള്ളം അടിച്ച് കയറിയാണ് പോകുന്നത്. ഇത് അടിപൊളി. ഈ കാണുന്നത് കർണാടകയാണ് കേട്ടോ. അതാ ഇതാണ് അതിര്. ഈ വെള്ളച്ചാട്ടത്തിന് അപ്പുറം വശം കർണാടകയിലെ കാടാണ്. അതാ ആ അതെ നമ്മുടെ തോണിക്കയം വാട്ടർഫാൾസ് അല്ലേ? ഞാനത് പറയായിരുന്നു അതുപോലെയാണ്. പക്ഷെ ഇതിന് വിട്ട് കുറവാണ്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അല്ലേ? ഓക്കെ 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 ആയിട്ട് നമുക്കെന്നാ പിന്നെ അങ്ങോട്ടൊന്ന് പോവാലോ നമുക്ക്. തവളയാ നല്ലോണം വഴുക്കി കിടക്കുകയാണ്. ഓ ഇങ്ങോട്ടെത്തപ്പോഴത്തേക്ക് വെള്ളത്തിന്റെ ആക്കം കൂടി. അമ്പോ ഓ അവിടെ ഒരു മുതലേ, അവിടെ ഒരു മുതലാ. ആ അല്ല നമുക്കിവിടെ ഒരു മുതലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് വന്നൂടെ? അങ്ങോട്ട് വരാല്ലേ? ഓ കർണാടക അടിപൊളി അല്ലേ? ഇത് പൊളിച്ചല്ലോ. നോക്കിയാ കാണാൻ മാത്രമുണ്ട്. അങ്ങനെ നമ്മുടെ വാട്ടർഫാൾസ് കണ്ടില്ലേ നിങ്ങള്? ഇത് വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളിയുടെ ഒരേ നിർബന്ധത്തിൽ ഞങ്ങൾ വന്നിട്ട് ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ്. പിന്നെ ഇത് വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു പാസേജ് കണ്ടോ? ഈ ഒരു പാസേജിലൂടെ നടന്നിട്ട് വെള്ളം കുറയുന്ന സമയത്ത് ആൾക്കാർക്ക് അവിടെ ഇറങ്ങാം. അതുപോലെ ഈ വെള്ളത്തിന്റെ കുറുകെ മേലേക്ക് കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ വേനൽക്കാലത്ത് ആളുകൾക്ക് റോക്ക് ക്ലൈംബിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മൊത്തത്തില് ഒരു രക്ഷയില്ല ഈ പ്രോപ്പർട്ടി കേട്ടാ. ഇപ്പോഴും അതെ ഇവിടേക്ക് മാത്രമായിട്ട് ആളുകൾ ട്രിപ്പിന് വരണം. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. അതെ അതെ അടിപൊളി സത്യം. നമ്മൾ ഈ റീലുകളിൽ കാണുന്ന ഹോളിസ്റ്റിക് സ്റ്റേ അല്ല ശരിക്കുള്ള ആക്ച്വൽ ഹോളിസ്റ്റിക് സ്റ്റേ. അത് നമ്മൾ 1-2 സ്ഥലങ്ങൾ ജസ്റ്റ് കാണിച്ചിട്ട് കുറച്ച് മ്യൂസിക്കും ആ റീലിന് ഭംഗി കൂട്ടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ റിയലായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട്. ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഇത് കണ്ടിട്ട്. അത്ര മാത്രം കാണാനുണ്ടല്ലേ? അടിപൊളി. ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി നിൽക്കട്ടെ. ഞാൻ പറയരുത്, കണ്ണൂർ ജില്ല വന്നാൽ ഇത് മാത്രം മതി. അതെ പൂർണ്ണമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷേ അതെ ഫുൾ നാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പ്രകൃതിയിലെ കൂടെ ജീവിക്കാം. നിങ്ങൾ ഇതിനകത്ത് എലുപ്പം ഒരു കോണ്ടാക്ട് ഇല്ലല്ലോ. ആക്ച്വലി വൈഫൈ കണക്ഷനും കൂടി ഒന്നുമില്ല. അതെ ഞാൻ ഇതിനകത്ത് 3.5 കൊല്ലം മണ്ണെണ്ണ അവിടെ കത്തിച്ചിട്ട് കിടന്നു പറയുന്നു. ഞാനും വൈഫ് മാത്രം. കെറോസിനിലാണ് വെച്ചിട്ട്. കാരണം there was no electricity, there was no phone connection, ഒന്നും ഉണ്ടായിരുന്നില്ല. റോഡില്ല. അത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ. ശരിക്കും ഇവിടെ എത്താനുള്ള എന്താ റീസൺ എന്താ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ബേസിക്കലി ഒരു ഐഡിയ ഉണ്ട്. അതിനുള്ള സ്ഥലം തേടി പിടിച്ച് ഞാനും വൈഫും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ലാൻഡർ റിട്ടയർഡ് ചെയ്തതാണ്. ഞങ്ങൾ 3 പേരും രാവിലെ 7 മണിയാവും വീട്ടിൽ വിടും. പുള്ളിനെ കൂട്ടിയിട്ട് പുറപ്പെടും. വയനാടും അന്ന് ഇങ്ങനെ പറയാൻ സ്ഥലത്ത് നോക്കി. ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്കത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൺലി 1.5 hours അത്രേ ഉള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് വരാൻ പോവാം. ഇത് ഈ സ്ഥലം കിട്ടുന്നതിന് മുമ്പേ ഇതോട് സാമ്യമുള്ള വേറെ 2-3 സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുക. പക്ഷെ മനസ്സിനെ പിടിക്കുന്നില്ലല്ലോ. അടിപൊളി. പക്ഷെ ഇത് വർത്താണ് കേട്ടോ. മാത്രമല്ല ഒരു പ്രോപ്പർട്ടീനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താതെ അതിനെ യൂസ് ചെയ്യുന്നത്.
അന്ന് അതിന്റെ ഒരു നോംസ് ഒന്നും വന്നിരുന്നില്ല. സ്റ്റിൽ ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ബേസ് വെച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇത് നമ്മള് സ്റ്റാഫ് പോലും ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടില്ല. അവർക്ക് സംഗതി അറിയും, അവര് പറയും പറയുന്നതാണ്. അങ്ങനെ വെട്ടില്ല, ആവശ്യത്തിന് മാത്രം. പിന്നെ ഇതിലുള്ള 13 വീടും ബാക്കി എല്ലാ ഫെസിലിറ്റീസും, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആയാലും ബാക്കിയുള്ള എല്ലാം തന്നെ. വേറെ ആർട്ട് ഗാലറി ഉണ്ട്, ഹണി മ്യൂസിയം ഉണ്ട്, പിന്നെ എൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഗതികളിലുള്ള കെട്ടിടങ്ങൾ എല്ലാം ബയോഡിഗ്രേഡബിളും നമുക്ക് റീപ്രോസസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഒന്നും കോൺക്രീറ്റ് ഇല്ല, ഒറ്റ കെട്ടിടം പോലും കോൺക്രീറ്റ് ഇല്ല. അടിപൊളി. ഭയങ്കര ഒരു കൺസെപ്റ്റാണ്. കാരണം അതിനെടുക്കേണ്ട എഫേർട്ട് ഭയങ്കരമാണ്. നമുക്ക് ഏറ്റവും എക്കണോമിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഫേർട്ടാണ്. ഫൈനാൻഷ്യലി മാത്രമല്ല, നമുക്ക് ഇതിന്റെ ഒരുപാട് റിട്ടേൺ എന്ന് വരാൻ വിഷമാ. അന്നൊന്ന് ഗസ്റ്റുകളെല്ലാം വരിക ബുദ്ധിമുട്ടല്ലേ. ഞാൻ കുടിയാൻമല ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കാലെല്ലാം കൂട്ടി വന്ന കാലമുണ്ട്. അതിൽ ബസ് സ്റ്റാൻഡിൽ വരുന്ന കൂട്ടരെ പേടിക്കൊണ്ടത്തെ സമയമില്ല. ആ സൈറ്റിലൊക്കെ ഫോട്ടോയിൽ കണ്ടില്ലേ, ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. ഒരു കാലം കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഇതൊരു കണ്ടിരിക്കേണ്ടതാണ്, ഒരു തവണയെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ വേറെന്താ കാര്യങ്ങൾ? ഇനിയിപ്പം വേറൊന്നുമില്ലല്ലോ, വിഷയങ്ങളൊന്നുമില്ലല്ലോ. വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ ഫീഡ്ബാക്കുകൾ കമന്റ് ആയിട്ട് വീഡിയോ താഴെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോയിൽ ഉള്ളടക്കം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ